ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അടിച്ചു പുറത്താക്കണമല്ലോ. എന്താ ഒരു മാർഗമുള്ളത്? എന്റെ പൊന്നിയേട്ട ഇനി എത്ര സമയം എടുക്കും? ഒരു 2 മണിക്കൂറുടെ സമയം എടുക്കും. ഇനി 2 മണിക്കൂറോ? ഒന്ന് വേഗം ആവട്ടെ, ഓണർ ഞങ്ങളെ ചീത്ത പറയാം. ശരി സാർ, ശരി സാർ. ആ പെട്ടെന്ന് ആവട്ടെ. എന്താ ലാവണ്യ, എന്താ കാര്യമായിട്ട് ആലോചിക്കുന്നേ? ആ വിജിയെ എങ്ങനെ ഇവിടുന്ന് ഓടിക്കണ്ടേന്ന് ആലോചിക്ക. പക്ഷേ അതിനൊരു നല്ല സന്ദർഭം ഒത്തുവരാത്തത്. ഇത് നീ വന്നപ്പോ തൊട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമല്ലേ? നിനക്കാണെങ്കി ഇതുവരെ ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. അങ്ങനെയൊന്നും പറയാതെ. ഞാൻ വിചാരിച്ചാ അതെങ്ങനെയെങ്കിലും ഞാൻ നടത്തിയിരിക്കും. നോക്കാം നോക്കാം. എടി ജ്യോതി, ആ വിജി എവിടുന്ന് ഓടിക്കാൻ നല്ലൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ ഐഡിയ? ആ ചുരിദാർ എത്രയാ? ഇതൊരു 1500 മാം. അതെയോ? ഇതിനേക്കാളും കോസ്റ്റ്ലി ആയിട്ട് വേണമെങ്കിൽ ഒന്ന് കാണിക്കുവോ? ഒരു 2000 റേഞ്ചിലുണ്ട്. സാരമില്ല, കാണിച്ചോ. ഓക്കെ ആണോ? കാണിക്കട്ടെ. ആ ശരി. ഇതൊന്ന് തുറന്നു കാണിച്ചേ. വിജി, ഇതാ. ചായ കുടിച്ചോ? ഇല്ല ജ്യോതി, ഇനി വേണം പോവാൻ. കൊറേ നേരമായില്ലേ നീ ഇവിടെ നിൽക്കുന്നേ? ക്യാൻറ്റീനിൽ ചായ കൊടുക്കുന്നുണ്ട്, നീ പോയി ചായ കുടിച്ചിട്ട് വാ. കസ്റ്റമറെ ഞാൻ നോക്കിക്കോളാം. ഇല്ല സാരമില്ല ജ്യോതി, ഞാൻ നോക്കിക്കൊള്ളാം. നിന്റെ മുഖം കണ്ടിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, അതുകൊണ്ടാ പറഞ്ഞേ. ആ ശരി, ഓക്കെ. ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാം. അതുവരെ ഇവരൊന്ന് നോക്ക്. ആ നീ പോയിട്ടോ. സൂപ്പർ. ജ്യോതി, ഇനി നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യവും ഓക്കെ അല്ലേ? സൂപ്പർ. ലാവണ്യ, എനിക്കിപ്പോ പേടിയാവോ. CCTV ക്യാമറയിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവോ? ഏയ്, ക്യാമറ റിപ്പയർ ആയതുകൊണ്ട് മാത്രം എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. ശരി ശരി. ഏയ്, പുറത്തെടുക്കാതെ നേരെ ടൈലർ റൂമിൽ കൊണ്ടുപോയി വിജിയുടെ ഹാൻഡ് ബാഗിനകത്ത് ഇത് കൊണ്ട് വെച്ചേക്ക്. ശരി. ഓ ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ ജോലി അവസാനിക്കുക. എന്തായി, വെച്ചല്ലോ അല്ലേ? വച്ചു. ശരി, സൂപ്പർ. ഓക്കെ, വാ നോക്കാം. എവിടെ? ഞാനിവിടെ വെച്ച് ഫോൺ കാണുന്നില്ലല്ലോ. ഇവിടെയാണല്ലോ ഞാൻ ഫോൺ വെച്ചത്. അല്ല, ഞാനിവിടെ ഒരു മൊബൈൽ വെച്ചിരുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ലല്ലോ മാഡം, ഞാൻ കണ്ടില്ലല്ലോ. അല്ല മോളെ, ഞാൻ ഇവിടെയല്ലേ ഫോൺ വെച്ചത്. അത് വളരെ വിലയുള്ള ഫോണാ. എന്തു പറ്റി മാഡം? എന്താ അന്വേഷിക്കുന്നത്? എന്റെ 1.5 ലക്ഷം രൂപയുടെ ഫോണാ ഞാനിവിടെ വെച്ചത്. അതിപ്പോ കാണുന്നില്ല ഇവിടെ. കാണുന്നില്ലേ?
ഇവിടെ തന്നെയാ വെച്ചത്. കാറിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും. ഒന്ന് ശരിക്കും നോക്ക്. ഞാൻ അകത്ത് വന്നിട്ട് ഇവിടെ നിന്നല്ലേ ഹസ്ബൻഡിനോട് സംസാരിച്ചത്. എന്നിട്ട് ഇവിടെ തന്നെയാ വെച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെ ബിജി, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ആ, ഇല്ല, ഇവരെ ഞാൻ തന്നെയാ ഡീൽ ചെയ്തോണ്ടിരുന്നേ. അപ്പൊ ഇവളാണോ എടുത്തത്? അതെ, ഇവിടെ ജോലി ചെയ്യുന്നവരെ കണ്ട ഫോൺ മോഷ്ടിക്കുന്ന ആൾക്കാരെ പോലെ തോന്നുന്നുണ്ടോ? ആവശ്യമില്ലാതെ ഓരോന്ന് പറയല്ലേ. ഈ കടയ്ക്കുള്ളിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ സാധനങ്ങൾ നഷ്ടപ്പെട്ട അതിന് നിങ്ങൾ തന്നെ ഉത്തരവാദി അല്ലേ? പിന്നെ ഇവിടെ വെച്ച ഫോൺ എവിടെ പോയി? മാഡം, ഒന്ന് സമാധാനത്തിൽ ഇവിടേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്ക്. നിങ്ങളുടെ സൗകര്യത്തിന് ഓരോരുത്തർ കുറ്റം പറയാൻ നിൽക്കരുത്. അത് കേൾക്കുന്നവരുടെ മനസ്സിലെ വിഷമം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, എനിക്ക് എന്റെ മൊബൈൽ വേണം. എന്റെ ഭർത്താവ് എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നതാ. ദേ നോക്ക്, ഇവിടെ വെച്ച മൊബൈൽ കാണാതെ പോയെങ്കിൽ ആ കസ്റ്റമറെ ഡീൽ ചെയ്ത ആളോടാണ് ചോദിക്കേണ്ടത്. ഇവര് പറയുന്ന സ്ഥിതിക്ക് ഇവിടെയുള്ള എല്ലാരെയും പരിശോധിക്കേണ്ടി വരും. ഇവരാണെങ്കിൽ എല്ലാരും സംശയദൃഷ്ടിയോടെയല്ലേ നോക്കുന്നത്. ഞാൻ സംശയിക്കുന്നതിൽ എന്താ മേഡം തെറ്റുള്ളത്? കാണാതായത് എന്റെ മൊബൈലാ. ഈ പെണ്ണ് പോയപ്പോ ഈ പെണ്ണാ വന്നത്. ഈ പെണ്ണും ചിലപ്പോ എടുത്തിട്ടുണ്ടാകും. എന്നെ സംശയിക്കുകയാണോ നിങ്ങള്? ഇത് കണ്ടില്ലേ വിജയ്, നിന്നെ ഞാൻ സഹായിക്കാൻ വന്നിട്ട് ഈ കസ്റ്റമർ ഇപ്പൊ എന്നെ സംശയിക്കുക. ശരി, എന്തിനാ പ്രശ്നമാക്കുന്നത്? ഇവരുടെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാ ആ ഫോൺ എവിടെയാന്ന് അറിയാലോ. സന്തോഷ് മാധവ, അവരുടെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചേ. നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞേ. ഇവിടെ എവിടെയോ ഉണ്ടല്ലോ. അതാ ആ സൈഡിൽ നിന്നാ കേൾക്കുന്നത്. അതെ അതെ, അവിടുന്ന് ശബ്ദം വരുന്നത്. இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.